2018 ലോക കേരള സഭ എന്ന ആശയം യാഥാർത്ഥ്യമാകുമ്പോൾ പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു. ഇത് എത്ര കണ്ടാണ് ഫലപ്രദമാവുക? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്തെങ്കിലും പ്രത്യേക ഗുണം ഇതുകൊണ്ട് ഉണ്ടാകുമോ എന്നെല്ലാമുള്ള പല സംശയങ്ങൾ ചിലരിലുണ്ടായിരുന്നു. ചിലരത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ 5ാം സമ്മേളനത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരമായി കഴിഞ്ഞു. കാരണം ഈ വേദി ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വേദിയാണ്. ലോക കേരള സഭ പോലുള്ള ഒരു വേദി ലോകത്തെവിടെയെങ്കിലും ഉണ്ട് എന്ന് ആ ഘട്ടത്തിലും നാം കേട്ടില്ല, പിന്നീടും കേട്ടില്ല. അപ്പോൾ ലോകത്ത് തന്നെ അപൂർവമായി ഒന്ന്. എന്താണിതിൻ്റെ പ്രത്യേകത? കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നമ്മുടെ സംസ്ഥാന നിയമസഭ, ആ നിയമസഭയിലെ അംഗങ്ങളാകെ, അതോടൊപ്പം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്നൊരു സഭ. ആ സഭയിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ മലയാളി സഹോദരങ്ങൾ പ്രതിനിധികളായി എത്തിച്ചേരുന്നത്. അപ്പോൾ നിയമസഭാ അംഗങ്ങളും പാർലമെൻറ്റ് അംഗങ്ങളും പ്രവാസി സഹോദരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരും അടങ്ങുന്നൊരു സഭ. ഇത് നാം തുടങ്ങിയപ്പോൾ തീർത്തും അപൂർവമായി ഒന്നായി. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് എല്ലാ സംസ്ഥാനങ്ങളോടും കേരളത്തിൻ്റെ ഈ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരം സംവിധാനം നിങ്ങളും ഒരുക്കേണ്ടതാണ് എന്ന് വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്ന നിലയുണ്ടായി. അപ്പോൾ എത്രമാത്രം പ്രാധാന്യം ലോക കേരള സഭയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് ലോക കേരള സഭയ്ക്കുള്ള അംഗീകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിനാകെയുള്ള അംഗീകാരമായിട്ടാണ് മാറുന്നത്.